നിയമസഭ കണ്ടിട്ടില്ലാത്ത നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണ് ധനമന്ത്രിയായിരുന്ന കെ.എം. മാണി കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷം അംഗീകരിച്ചില്ലെങ്കിലും സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിക്കാൻ കെ.എം. മാണിക്ക് കഴിഞ്ഞു. ബാർക്കോഴ കേസിലെ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് മാണി പിന്നീട് രാജിവെക്കുകയും ചെയ്തു. ഇത്തവണ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴും പ്രതിപക്ഷ നിലപാടിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കെ.എം. മാണിക്ക് തന്നെയാണ് ബജറ്റിന്റെ പേരിൽ ഏറ്റവും വലിയ പ്രതിഷേധവും നേരിടേണ്ടി വന്നത്. 2015 മാർച്ച് 13 നിയമസഭ യുദ്ധസമാനമായി. ബാർക്കോഴയിൽ ആരോപണമുയർന്ന കെ.എം. മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്ത് വില കൊടുത്തും മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ഭരണപക്ഷവും പ്രഖ്യാപിച്ചു. 12-ാം തീയതി നിയമസഭയിൽ കിടന്നുറങ്ങിയ മാണി 13-ന് സഭയ്ക്കുള്ളിൽ കയറാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിഷേധവും ആരംഭിച്ചു. സ്പീക്കറെ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്ന പ്രതിപക്ഷം സഭാധ്യക്ഷന്റെ കമ്പ്യൂട്ടറും മൈക്കും കസേരയും എടുത്തെറിഞ്ഞു. LDF-നെ തന്ത്രങ്ങളിലൂടെ മറികടക്കാൻ കഴിഞ്ഞെങ്കിലും ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് കെ.എം. മാണിക്ക് രാജിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷത്തെ സമാന സാഹചര്യമാണ് ഫെബ്രുവരി 12-ന് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കാത്തിരിക്കുന്നത്. 1,90,00,000 കോഴ വാങ്ങിയെന്ന സരിതാ നായരുടെ ആരോപണമുയർന്നയുടൻ തന്നെ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാകുമെന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ സഭയ്ക്കകത്തും പുറത്തും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പ്രക്ഷോഭമാവും ഇത്തവണയും ഉണ്ടാവുക. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.